അസ്സലാമലൈക്കും. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അരിയും തേങ്ങയും ശർക്കരയും കൂടി ഒരുമിച്ച് നമ്മൾ കുക്കറിലിട്ടിട്ട് രണ്ട് വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. അടിപൊളി മധുരമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാൻ റേഷൻ കടയിൽ പുഴുങ്ങലരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കപ്പ് അളന്നെടുക്കണം കേട്ടോ. കപ്പിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ഗ്ലാസ്സിലോ ഏതെങ്കിലും ഒന്നിൽ അളന്നെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. പിന്നെ ഞാനൊരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തേങ്ങാപ്പാൽ വേണം, അതാണ് ഒരു വലിയ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് പകുതി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് 1-ാം പാൽ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെ 2 പാട്ടും നമ്മൾ ആദ്യം 1-ാം പാലും പിന്നെ 2-ാം പാലും 3-ാം പാലും ഒക്കെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇത് 2-ാം പാലും 3-ാം പാലും ഒക്കെ പാടെടുത്തതാണ്. ഇതാണ് നമ്മുടെ 1-ാം പാൽ കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 കിലോ ശർക്കരയാണ് കേട്ടോ. 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 1/4 കിലോ ശർക്കര, അതായത് ഒരു 4 അച്ച് ശർക്കര. ഇത് 2 അച്ച് കൂടിയ ശർക്കരയാണ്. അതേപോലെ 4.5 അച്ച് ശർക്കരയോളം ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അലിയിപ്പിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തേങ്ങാപ്പാൽ 2-ാം പാലും 3-ാം പാലും ഉണ്ടല്ലോ, അത് അളന്നാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 2 കപ്പ്. മൊത്തത്തിൽ നമുക്ക് 6 കപ്പാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 3 കപ്പ്, അപ്പോൾ 4 കപ്പ് തികച്ചില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കറക്റ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ 4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കര ഇവിടെ അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി നമുക്ക് ഇതിലേക്ക് അളന്നൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 1.25 കപ്പാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് 6 കപ്പ് വേണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് ഞാൻ കുറച്ച് ടൈറ്റിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചിലവർക്ക് ഇത് കുറച്ച് ലൂസിലായിരിക്കും കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മൾ അരിപ്പായസമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ലൂസിൽ ഇഷ്ടമുള്ളവർക്ക് ഒരു 6 കപ്പ് വെള്ളം കൂടെ ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. എനിക്ക് കുറച്ചിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ തരത്തിലാണ് കേട്ടോ ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് കേട്ടോ. 6 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക, 2 കപ്പും കൂടി വെള്ളം അധികം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് 2 വിസിലടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഇത് എയർ പോയതിന് ശേഷം ഇതാ 2 അടിച്ചിട്ടോ. ഇനി എയർ പോയതിന് ശേഷം നമുക്കിത് തുറന്നെടുക്കാം കേട്ടോ. അത് നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്. എയർ മൊത്തത്തിൽ പോകട്ടെ. അപ്പോൾ ഇതാ എയറൊക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നെടുക്കാം. കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മുടെ അരിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്, കുഴഞ്ഞു പോയിട്ടില്ല, എന്നാൽ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ നല്ല കുഴഞ്ഞ് പരുവത്തിലാണ് പായസത്തിന് അരി ഇഷ്ടച്ച ഒരു 3 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ 2 വിസിലാണ്, എനിക്ക് അങ്ങനെ കുഴഞ്ഞിട്ട് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാനിതാ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചൂടാക്കൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ കുക്കർ നല്ല ചൂടോടെ തന്നെയാണ് ഇരിക്കുന്നത്. എയർ പോയതിൻ്റെ ശേഷമാണ് നമ്മൾ തുറന്നെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ കുറുക്ക് ഇരിക്കുന്നത്. കണ്ടല്ലോ, ഇങ്ങനെ കുറുക്കത്തിലാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ ഇത് ചൂടാറിയ ഒന്നുകൂടി കുറുകി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറുക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഇത്ര കുറുക്കത്തോടെ ചൂടോടുക്കനെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് കഴിക്കില്ലേ, അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ മധുരമൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യിലാണ് താളിച്ചെടുക്കേണ്ടത്. പിന്നെ ഇതിൽ തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റി പായസമാണ് കേട്ടോ. നമ്മുടെ അരിയിലൊക്കെ തേങ്ങയും ശർക്കരയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ നല്ല വെന്ത് കുഴഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. എനിക്ക് ഇത്രയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അടിപൊളി പായസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും
ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ സദ്യക്ക് കഴിച്ചിട്ട് ഇലയിലാണെന്ന് വെച്ചാൽ ഇതുപോലെ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.